ക്ഷണം സ്വീകരിച്ചും അല്ലാതെയും പാലക്കാടിനോടുള്ള സ്നേഹം കൊണ്ടും ഈ പരിപാടിയുടെ വിജയത്തിനോടുള്ള മനസ്സുകൊണ്ടുള്ള ആഗ്രഹം കൊണ്ടും എല്ലാം എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും വിനയം നിറഞ്ഞ നമസ്കാരം. നല്ലൊരു കൈയടി നമ്മുടെ അതിഥിക്ക് നമ്മൾ ഈ സമയത്ത് കൊടുക്കും. എല്ലായിടത്തും SLCക്കും +2നും ഒക്കെ വലിയ മാർക്ക് മേടിച്ച കുട്ടികളുണ്ട്. അവരെല്ലാം പലതരം സംഘടനകളും സൗഹൃദ വേദികളും കൂട്ടായ്മകളും ഒക്കെ ആദരിക്കുകയും ഒക്കെ ചെയ്യുന്ന ചടങ്ങുകളുണ്ട്. അത് എല്ലാ ജില്ലകളിലും എല്ലാ മണ്ഡലങ്ങളിലുമൊക്കെ നടക്കുന്നുണ്ട്. എങ്കിലും പാലക്കാടും നമ്മളത് നടത്തി വരുന്നത് ഇത്തവണ നമുക്ക് കുറച്ചുകൂടെ ഗംഭീരമാക്കണം എന്ന ഒരാഗ്രഹത്തിലാണ് ഇത്തരത്തിലൊരു പരിപാടി നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. വേദിയിൽ കസേരയിട്ടിരുന്ന് ഞങ്ങൾ പൊതുപ്രവർത്തകർ നിങ്ങളോട് എന്തെങ്കിലും സംസാരിക്കുന്നോ പൊതുസമ്മേളനങ്ങളോ ഒന്നും തന്നെ ഈ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടില്ല എന്ന് നിങ്ങളെ ആദ്യം അറിയിച്ചോട്ടെ. ഈ മുൻനിരയിലിരിക്കുന്ന ആളുകളെല്ലാം ഈ പാലക്കാടിനെ ഇതുപോലെ അതിൻ്റെ ഒരു മതേതര മനസ്സ് കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി എന്നും മുന്നിൽ നിന്ന് നയിച്ചിട്ടുള്ള ആളുകളാണ്. പൊതുപ്രവർത്തനത്തിൻ്റെ തരത്തിൽ അവർക്ക് ഒരു ദിവസം ഇച്ചിരി പാട്ട് കേൾക്കാനും വിജയിച്ച കുട്ടികൾ അവാർഡ് മേടിക്കുന്നതിൻ്റെ സന്തോഷം ആസ്വദിക്കാനും ഇന്നലെ മമ്മൂക്കയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടിയതിൻ്റെ സന്തോഷമുണ്ട്. അതിൻ്റെയൊക്കെ ഇരട്ടി സന്തോഷങ്ങളാണ് നമുക്കുള്ളത്. അപ്പോൾ ഏകദേശം 820 A+ ആണ് കേട്ടോ ബേസിൽ പാലക്കാട്. MLAക്ക് A+ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും പിള്ളേർക്ക് ഇഷ്ടം പോലെ A+കളുണ്ട്. 820 A+ കിട്ടിയിട്ടുണ്ട് ഇവിടെ. ഇപ്പം നമ്മൾ A+ കിട്ടിയ കുട്ടികളെയാണ് ഇതിൽ ആദരിക്കുന്നത്. അടുത്ത തവണയൊക്കെ നമുക്ക് കുറച്ചുകൂടെ ഒരു 9 A+, 8 A+ ഒക്കെ ഉൾപ്പെടുത്താം. 10 +2 ഉൾപ്പെടുത്താം. ഇപ്പം നമ്മൾ അതനുസരിച്ചിട്ടുള്ള പരിപാടികളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. 820 പേർക്ക് ഒരു 30 സെക്കൻഡ് വെച്ച് കൂട്ടിയാൽ പോലും 400 മിനിറ്റ് ആവും. വൈകുന്നേരം വരെ കൊടുക്കേണ്ടി വരും. നമുക്ക് ചടങ്ങ് തുടങ്ങുമ്പം സ്പീഡിൽ ഓരോ സ്കൂൾ അനുസരിച്ച് വിളിക്കും, അതനുസരിച്ച് വരാം. അതിനൊക്കെ മുമ്പായിട്ട് നമുക്ക് ബേസിൽ ആദ്യം 2 വാക്ക്, 2 അല്ല ഒരു 5-6 വാക്ക് നമ്മളോട് സംസാരിക്കും, എന്നിട്ട് ബാക്കി ചോദിക്കാം. ബേസിൽ. എല്ലാവർക്കും നമസ്കാരം. ഞാനും ഇവിടെ ഇങ്ങനെ കസേരയൊക്കെ ഇട്ടിട്ടുള്ള പരിപാടിയായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷെ പെട്ടെന്ന് ട്വിസ്റ്റായിപ്പോയി. ഇവിടെ വന്നിട്ട് നേരെ കയറി അങ്ങ് സംസാരിക്കുക. അപ്പോൾ എന്താ ഇപ്പം സംസാരിക്കേണ്ടതെന്നുള്ള കൺഫ്യൂഷനായിപ്പോയി. മറ്റേത് അവിടെയൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ എല്ലാവരും പറയണത് കേട്ടിട്ട് ഇങ്ങനെ എന്താണെന്നൊക്കെ ആലോചിക്കാനുള്ളൊരു സമയം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ നേരെ കയറി വന്ന് സംസാരിക്കുക എന്നുള്ളൊരു സ്പേസാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അതിൻ്റെ കൂടെ ഈ ബാഡ്ജും കിട്ടിയിട്ട് അത് എവിടെ പ്രോപ്പറായിട്ട് കുത്താനും പറ്റിയില്ല അതിൻ്റെ ഒരു. അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷം. ഇത്രയും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മൾ ആഘോഷിക്കേണ്ട സമയമാണല്ലോ. അപ്പോൾ അത് ഈ പറയുന്ന പോലെ ഒരു ക്ലാസ് റൂമിലിരിക്കുന്ന പോലെ തന്നെ വീണ്ടും ഒരു മറ്റൊരു സ്പേസിലേക്ക് വന്ന് പങ്കെടുക്കുന്നതിൽ നല്ലത് പാട്ടും ഡാൻസൊക്കെ ആയിട്ട് ആഘോഷിക്കുക തന്നെയാണല്ലോ. കാരണം ഇങ്ങനൊരു വിജയം ആഘോഷിക്കുന്ന ഒരു വേദി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ ആഘോഷിക്കുക തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ഇത് സംഘടിപ്പിച്ച പ്രിയപ്പെട്ട പിഷുവിനും കൂടെയുള്ള എല്ലാവർക്കും ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഞാനും ഇതുപോലെ ഈ പറയുന്ന പോലെ സ്കൂളിലൊക്കെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു. അപ്പോൾ ഇതുപോലെ ഫുൾ A+ എന്നൊക്കെ പറയുന്ന പോലെയൊക്കെ ആ സമയത്തും ഭയങ്കരമായിരുന്നു ഇതൊക്കെ. അന്നും ഈ പറയുന്ന 10ലും +2ലും ഒക്കെ. അപ്പോൾ ഇതുപോലത്തെ അവാർഡും ഇതുപോലത്തെ മെമൻറ്റോയൊക്കെ കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര മോട്ടിവേറ്റിംഗ് ആയിരുന്നു. നമ്മൾ അംഗീകരിക്കപ്പെടുക എന്ന് പറയുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടൊക്കെ കിട്ടുന്ന ഇത്തരത്തിലുള്ള അംഗീകാരങ്ങളാണല്ലോ. അത് നമ്മളെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റീവ് ആയിരുന്നു മുമ്പോട്ടുള്ള ജീവിതത്തിലും ജേണിയിലൊക്കെ. അപ്പോൾ ഇത്തരത്തിൽ വേദികളിൽ ഇരുന്ന നിങ്ങളെപ്പോലെ ഒരു സ്റ്റുഡൻ്റായിട്ട് ഇരുന്ന ഓർമ്മകൾ എനിക്കും ഉണ്ട് തീർച്ചയായിട്ടും. അത് ഈ പറയുന്ന എഡ്യൂക്കേഷൻ, പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ കിട്ടുക എന്ന് പറയുന്നതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ബാക്കി എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ വിദ്യാഭ്യാസവും വിവരവും ഉണ്ടാവുക എന്ന് പറയുന്നതാണ് ഇനിയുള്ള കാലഘട്ടത്തിൽ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ അത് മിനിമം അതെങ്കിലും വേണം. അത്രയും കോമ്പറ്റീറ്റീവായിട്ടുള്ള ഒരു ലോകത്താണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. സോഷ്യൽ മീഡിയയും കണ്ടൻറ്റ് എക്സ്പ്ലോഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എവിടെ നോക്കിയാലും കണ്ടൻറ്റാണ്. ഇൻസ്റ്റയിൽ തുറന്നാലും യൂട്യൂബ് തുറന്നാലും അല്ലാതെ AI ഒക്കെ ഉള്ള ഈ ഒരു വേൾഡിൽ നമ്മൾ പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മൾ വളരെ റെലവൻ്റായിട്ട് അപ്ഡേറ്റഡായിട്ട് നിൽക്കുക എന്നുള്ളതല്ലാതെ വേറെ വഴിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും അതിനനുസരിച്ചിട്ട് എന്താ പറയുക പിടിച്ചു നിൽക്കുന്ന ആളുകൾ എന്നുള്ള രീതിയിൽ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. എന്നാൽ അവാർഡ് കിട്ടാത്തവരാരും മോശക്കാരായിട്ടും നമ്മളാരും കാണരുത്. അവാർഡ് കിട്ടാത്തവർ ചിലപ്പോൾ ആ വിഷയങ്ങളിൽ ചിലപ്പോൾ പഠിക്കാൻ മോശമായതുകൊണ്ടായിരിക്കാം. എല്ലാവർക്കും എല്ലാ വിഷയത്തിലും നന്നായിട്ട് മാർക്ക് മേടിക്കാൻ പറ്റണമെന്നില്ല. ഇപ്പോൾ മാത്സൊക്കെ എല്ലാവർക്കും നന്നായിട്ട് ഷൈൻ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു വിഷയമാണെന്നില്ല. സയൻസ്
അപ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായിട്ടുള്ള കഴിവുകളുണ്ട്. എല്ലാവരും നന്നായിട്ട് പഠിച്ച് എല്ലാ വിഷയത്തിലും നന്നായിട്ട് പഠിക്കണം എന്നുള്ള നിർബന്ധവും നമുക്ക് ഒരിക്കലും കുട്ടികൾ എന്നുള്ള രീതിയിലും രക്ഷിതാക്കൾ എന്നുള്ള രീതിയിലും ഒരിക്കലും പ്രഷർ ചെയ്യുന്നതിലും കാര്യമില്ല. കാരണം അവരുടെയൊക്കെ കഴിവുകൾ ചിലപ്പോൾ വേറെ എന്തെങ്കിലും സ്കില്ലുകളായിരിക്കാം. ചിലപ്പോൾ നന്നായിട്ട് ആർട്ടിസ്ട്രിയോ, നന്നായിട്ട് ഡാൻസോ, നന്നായിട്ട് മ്യൂസിക്കോ, ആർട്സോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ രീതിയിലൊക്കെ ആയിരിക്കാം ഓരോരുത്തരുടെയും കഴിവുകൾ എവിടെയാണെന്നുള്ളതും അത് നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യുക എന്നുള്ളതും അവരെ അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് ഫുൾ A+ കിട്ടാത്തവരാരും മോശക്കാരല്ല. അവരെ വേറെ ഏതെങ്കിലും രീതിയിൽ കാലം നിങ്ങളെ അംഗീകരിക്കും. അതിന് വേണ്ടിയിട്ട് നിങ്ങളത് അധ്വാനിക്കുക. എന്തായാലും അക്കാഡമിക്കലി ഈ പറയുന്ന അച്ചീവ്മെൻറ്റ് നേടിയ, ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട, അവരെ അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്ത എല്ലാ രക്ഷിതാക്കൾക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഫുൾ A+ മേടിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, ഒട്ടും ചെറിയ കാര്യമല്ല. സ്ഥിരമായിട്ടുള്ള ആത്മാർത്ഥതയും ഡിസിപ്ലിനും ഒക്കെ ആയിട്ട് തന്നെ മാർക്ക് മേടിച്ചാൽ മാത്രമേ ഈ ഒരു പൊസിഷനിലേക്ക്, ഈ ഒരു വേദിയിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് തീർന്നു എന്ന് ആരും വിചാരിക്കുകയും വേണ്ട. ഇനി അങ്ങോട്ട് കുറച്ചുകൂടെ കടുപ്പമായിരിക്കും. ഞാനും പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അടുത്ത് ആദ്യം പറയുന്നത് 10ാം ക്ലാസ്സിൽ ഫുൾ A+ മേടിച്ച് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു, ജീവിതം സെറ്റാവും എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം. അപ്പോൾ അത് വിചാരിച്ചിട്ട് അന്നേരം അങ്ങനെ വിചാരിക്കും. പിന്നെ പറയും 10ാം ക്ലാസ്സൊക്കെ, പക്ഷേ +2ലും കൂടെ ചെറുതായിട്ടൊന്ന് മാർക്ക് മേടിച്ചാൽ അടിപൊളിയായിരിക്കും. അങ്ങനെ അപ്പോൾ നമ്മൾ +2 ഓക്കെ, +2 അതും കൂടെ കഴിഞ്ഞാൽ തീരുമാനമാവുമല്ലോ എന്ന് പറയും. +2 കഴിയുമ്പോൾ പറയും എൻട്രൻസിനും കൂടെ നല്ലൊരു റാങ്ക് മേടിച്ചാൽ, അപ്പോൾ എൻട്രൻസ് ശരി, എന്നാൽ പിന്നെ അതും കൂടെ നടക്കട്ടെ, എൻട്രൻസും കൂടെ. എൻട്രൻസ് കഴിയുമ്പോൾ പറയും എഞ്ചിനീയറിങ്ങിനെത്തി, ഇനിയിപ്പോൾ അല്ലെങ്കിൽ മെഡിസിൻ, എന്തിനാന്ന് വെച്ചാൽ അതിന് ഫൈനൽ ഒരു നല്ലൊരു പ്ലേസ്മെൻറ്റ്. ഞാൻ എഞ്ചിനീയറിംഗ് ആയിരുന്നു, നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടി. ഓക്കെ, ഇനി നല്ലൊരു പ്ലേസ്മെൻറ്റ്, ഇവിടെയും കൂടെ നല്ലൊരു മാർക്ക് മേടിച്ച് കയറി കഴിഞ്ഞാൽ പിന്നൊന്നും നോക്കാനില്ല എന്ന് പറയും. അവിടെ എത്തുമ്പോൾ പറയും M.Tech അല്ലെങ്കിൽ MBA എന്ന് പറയുന്ന പോലത്തെ ഏതെങ്കിലും ഒരെണ്ണം കൂടെ. അപ്പോൾ പിന്നെ ശരി അങ്ങോട്ട് എന്നും പറഞ്ഞ് അവിടെ എത്തുമ്പോഴേക്കും അവിടെ നിന്ന് പറയും കഴിഞ്ഞില്ല, ഇനി ഇവിടെ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇത് ജീവിതകാലം മൊത്തം ഉള്ളൊരു എന്താ പറയുക, ഒരു പോരാട്ടമാണ്. അപ്പോൾ അതിൽ നമ്മൾ ഏറ്റവും കൺസിസ്റ്റൻ്റായിട്ടും ഏറ്റവും ഡിസിപ്ലിൻഡായിട്ടും ഇതിൽ വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് ലോങ് ടേമിൽ നമുക്ക് എന്തായാലും എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ എത്തിച്ചേരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊരു വലിയൊരു മാരത്തോണായിട്ട് എല്ലാവരും കാണുക. ആ മാരത്തൻ്റെ ഇടയിൽ നമുക്ക് ഇടയ്ക്ക് ഓരോ പിച്ച് സ്റ്റോപ്പുകൾ തരും. ഇടയ്ക്ക് കുറച്ച് എന്താ പറയുക, കുറച്ച് കുടിവെള്ളം അല്ലെങ്കിൽ ഒരു ഓറഞ്ചൊക്കെ തരും. വലിയ ദീർഘദൂര ഓട്ടം ഓടണതിൻ്റെ ഇടയ്ക്ക് 21 കിലോമീറ്റർ 42 കിലോമീറ്ററൊക്കെ ഓടുന്ന സമയത്ത് ചെറിയ റിഫ്രഷ്മെൻറ്റ് തരും. അങ്ങനത്തെ ഒരു റിഫ്രഷ്മെൻ്റ് ആയിട്ട് മാത്രം ഇതിനെ കണ്ടാൽ മതി. ഇതിവിടെ ഒന്നും തീരുന്നില്ല. ആരും പേടിപ്പിക്കാൻ പറയുന്നതല്ല, പക്ഷേ ഉറപ്പായിട്ടും മുമ്പോട്ട് പോകുമ്പോൾ അത് അങ്ങനെ തന്നെയാണ്. ഷോർട്ട് ടേം ഗോൾസ് ഒന്നും വെക്കരുത്, ലോങ് ടേം ആയിട്ടുള്ള ഗോളുകൾ മാത്രം വെക്കുക. ഒരു 50 വയസ്സിലോ 70 വയസ്സിലോ ഞാൻ എവിടെ ഉണ്ടാവണമെന്ന് നമ്മൾ ആലോചിച്ച് തന്നെ മുമ്പോട്ട് പോവുക. അങ്ങനെ പോകുമ്പോഴേ ഈ സ്ട്രഗിൾ ഒരിക്കലും തീരാൻ പോകുന്നില്ല. സ്ട്രഗിൾ എന്ന് പറയുന്നില്ല, ഈ ഒരു എന്താ പറയുക, ഈ റേസ് എവിടെയും തീരാൻ പോകുന്നില്ല. ഞാനാണെങ്കിലും സിനിമയിൽ വന്നു കഴിഞ്ഞ് സിനിമയിലെത്തിയല്ലോ, ഇനി രക്ഷപ്പെട്ടല്ലോ എന്ന് പറയുന്നിടത്തൊന്നിട്ടാണ് ആക്ച്വലി ശരിക്കുമുള്ള സ്ട്രഗിൾ തുടങ്ങുന്നത്. സിനിമയിൽ വന്നതിന് ശേഷമാണ്. കാരണം പിന്നെ പിടിച്ചു നിൽക്കാനുള്ള ഒരു ഓട്ടമാണ്. അപ്പോൾ അതെന്നും ഓടിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഒരു വിജയത്തിൻ്റെ ഒരു ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ബേസിലിനെ പറ്റി പറയുമ്പോൾ, ഞാൻ കലയിൽ 10-27 വർഷം നിന്നിട്ടും അല്ലാതെയുള്ള സൗഹൃദങ്ങളും കൊണ്ടൊക്കെ പലരെ കാണുന്നതിനകത്ത് ഇന്ന് ഈ പരിപാടിക്ക് എന്തുകൊണ്ട് ബേസിൽ എന്നൊരു ചോദ്യം വേണമെങ്കിൽ വെറുതെ ചോദിച്ചാൽ, നമുക്ക് വർത്തമാനകാലത്തിൽ ഒരുപാട് ചെറിയ പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മുടെ അച്ഛനമ്മമാർ ചിലരെ ചൂണ്ടിക്കാണിച്ചിട്ട് നിങ്ങൾ ഇവരെ മാതൃകയാക്കൂ എന്ന് നമ്മളോട് പറയാറുണ്ട്. ഇന്ന് അങ്ങനെ നമുക്ക് ആരെങ്കിലും ഒരാളെ ധൈര്യമായി ചൂണ്ടിക്കാണിച്ചിട്ട് നിങ്ങൾ ഇയാളെ മാതൃകയാക്കൂ എന്ന് പറയാൻ പറ്റില്ല. ഒന്ന് പറ്റില്ല, രണ്ട് ആരും മറ്റൊരാളെ പോലെ ആകാൻ ഇന്ന് ശ്രമിക്കുന്നുമില്ല. എല്ലാവരും വളരെ യുണീക്കായിട്ട് അവനവൻ്റെ കാര്യങ്ങളിലേക്ക് അവനവൻ്റെ ഐഡൻറ്റിറ്റിയിലേക്ക് നിൽക്കുന്നതാണ്. അങ്ങനെ വന്നതിൽ ബേസിലിനെ ഞാൻ വർഷങ്ങൾ മുമ്പ് ഞാനും റീമി ടോമിയും ഇസ്രായേലിൽ ഒരു പരിപാടിക്ക് പോകുമ്പോൾ അന്ന് ബേസിൽ ആ പരിപാടിയിലുണ്ട്. ബേസിലിൻ്റെ അച്ഛൻ ഫാദറാണ്. അപ്പം അതുമായിട്ടും സിനിമ കഴിഞ്ഞിട്ടില്ല ബേസിലിനപ്പം കുഞ്ഞിരാമായണം എന്ന് പറഞ്ഞ പടം കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ബേസിലിനെ അന്ന് ആർക്കും ഞങ്ങൾക്കല്ലാതെ അങ്ങനെ സംഘത്തിൽ ബേസിൽ സംവിധായകനാണ്, വെള്ളിത്തിരയിൽ വന്നിട്ടില്ല. അപ്പോൾ ആർക്കും അറിയില്ല. ബേസിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഫുൾ ട്രിപ്പിലുണ്ട്, വണ്ടിയിലിരിക്കും, അങ്ങനെ ഇരിക്കും. അന്ന് തൊട്ട് ഇപ്പം നമ്മൾ പ്രഖ്യാപിച്ചിട്ടില്ലാത്തൊരു വലിയ കാര്യം ബേസിൽ മിക്കവാറും ഈ കൊല്ലം അവസാനമാകുമ്പോഴത്തേക്ക് പ്രഖ്യാപിക്കും. ആ ലെവലിൽ ബേസിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ കാണുന്ന കാലത്ത് ഒരു സംവിധായകൻ എന്നൊക്കെ പറഞ്ഞാൽ തലയെ തൊപ്പി, ഗൗരവം, അയാൾ ഒറ്റയ്ക്ക് കസേരയിട്ട് മാറിയിരിക്കുന്നു, ഇയാൾ വളരെ ലിമിറ്റഡായ ഒരു സംഘത്തോട് മാത്രമേ സംസാരിക്കുകയുള്ളൂ തുടങ്ങിയ ഗൗരവം വച്ചു പുലർത്തിയിരുന്നു. അത് വേണോ വേണ്ടയോ എന്നുള്ളത് മറ്റൊരു സ്ഥലത്താണ്. അപ്പോൾ
ആ ഗൗരവം വെച്ച് പുലർത്തുന്ന ആളാണ്. ബേസിലിൻ്റെ ഒരു കരിയർ എടുത്താൽ ബേസിൽ ആദ്യം പഠനം കൃത്യമായി പൂർത്തിയാക്കി, അത് കഴിഞ്ഞ് ജോലിക്ക് കയറി അല്ലേ? എന്തായിരുന്നു ജോലി? എഞ്ചിനീയർ ആയിരുന്നു. എഞ്ചിനീയറാണ് കേട്ടോ ഈ നിൽക്കുന്ന ആള്. സിനിമ നടൻ നമ്മൾ പറയുന്നത്. ബേസിൽ നന്നായിട്ട് പഠിച്ച് എഞ്ചിനീയറായി, പഠനത്തിൻ്റെ സ്ഥലമൊക്കെ. അതിനുശേഷം അദ്ദേഹം സിനിമയിലെത്തി. രണ്ടാമത് മിന്നൽ മുരളി പോലൊരു വലിയ സിനിമ ചെയ്യുമ്പോൾ കോവിഡ് വരികയാണ്. ആ സിനിമയ്ക്ക് തിയേറ്റർ റിലീസ് സാധ്യമാകുന്നില്ല. ഒരാളുടെ ഫുൾ അധ്വാനം കഴിഞ്ഞ് തിയേറ്ററിൽ ആ സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ആ സിനിമ തിയേറ്ററിൽ റിലീസാകാൻ പറ്റാത്ത സാഹചര്യം വരുന്നു. അവിടെ തളരുന്നില്ല, അത് പിന്നീട് OTT വരുന്നു, അതിനുശേഷം സിനിമ ചെയ്യുന്നു, ഇതിൽ നിന്ന് അഭിനയത്തിലേക്ക് പോകുന്നു. ഇപ്പോഴെല്ലാം ജീവിതത്തെ നമ്മൾ ഈ പറയുന്ന അനാവശ്യമായ ഒരു ഗൗരവത്തിൽ കണ്ട് ടെൻഷൻ അടിച്ച് ഞാൻ എന്തൊക്കെയാണ് തുടങ്ങിയ യാതൊരു ബോധ്യങ്ങളും അറിയാതെ, ചുരുക്കി പറഞ്ഞാൽ സിനിമ എന്ന ഹെഡിങ്ങിന് കീഴെ ആളുകൾക്ക് അനുഭവിക്കാൻ പറ്റുന്ന ദുസ്വാതന്ത്ര്യങ്ങളിലേക്കൊന്നും പോകാതെ വളരെ ചിരിച്ച് സൗഹൃദത്തോടെ എല്ലാവരോടും ഒരുപോലെ ഇടപഴകുന്ന ഒരാളാണ് ബേസിൽ എന്ന് പറയുന്നത്. ബേസിൽ നിങ്ങൾക്കൊരു നല്ല മാതൃക തന്നെയാണ്. ഒപ്പം ഞാൻ ഈ ഇടയ്ക്കൊരിക്കൽ പറഞ്ഞു, ബേസിലിൻ്റെ പൊന്മാൻ എന്ന് പറയുന്ന സിനിമയിലെ ഒരു ഡയലോഗ് ഞാനത് കണ്ടപ്പം എനിക്ക് വല്ലാതെ ഫീൽ ചെയ്തൊരു ഡയലോഗാണ്. അതിൽ ഒരു ഡയലോഗ്, ഒരു സീനിൽ അദ്ദേഹം പറയുന്നുണ്ട്, എടാ ഇപ്പം ഇവിടെ ഇരുന്ന് ഞാൻ വിളിച്ചാൽ എനിക്ക് 1.5 ലക്ഷം രൂപ, ലക്ഷക്കണക്കിന് രൂപ മുറി കൊണ്ടുതരാനുള്ള ആളുണ്ട്, സൗഹൃദമുണ്ട്. സൗഹൃദം എന്ന വാക്ക് പറഞ്ഞ ശേഷം അടുത്തത് പറയുന്നത്, അതാണ് എൻ്റെ സമ്പാദ്യം, അതാണ് നമ്മൾ ഉണ്ടാക്കിയത് എന്നാണ് പറയുന്നത്. സൗഹൃദം എന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമാണ്. ആ സമ്പാദ്യവും ധാരാളമാക്കി ഉണ്ടായിട്ടുള്ള ഒരാളാണ് ബേസിൽ. ഒരുപക്ഷെ നമ്മളോടുള്ള സൗഹൃദത്തിൻ്റെ പേരിലാണ് ഇന്നും തിരക്കുകൾക്കിടയിൽ അദ്ദേഹം വന്നത്. അദ്ദേഹത്തോടുള്ള നന്ദി കൂടി ഞാൻ ഈ അവസരത്തിൽ വേദിയിൽ വെച്ച് അറിയിക്കുന്നു. താങ്ക് യു ഡിയർ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. വീണ്ടും പാലക്കാട് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. എൻ്റെ ആദ്യത്തെ സിനിമ തുടങ്ങുന്നത് പാലക്കാടാണ്. കുഞ്ഞിരാമായണം എന്ന് പറയുന്ന സിനിമ ഞാൻ സംവിധാനം ചെയ്ത സിനിമയാണ്. ആ സിനിമ ഷൂട്ട് ചെയ്തത് കൊല്ലങ്കോടാണ് ഫുൾ ആ സിനിമ ഷൂട്ട് ചെയ്തത്. അതിനുശേഷം രണ്ടാമത്തെ സംവിധാനം ചെയ്ത സിനിമ ഗോദ ഷൂട്ട് ചെയ്യുന്നതും ഒറ്റപ്പാലത്താണ്. ഒറ്റപ്പാലവും പാഞ്ഞാൾ എന്ന് പറയുന്ന സ്ഥലങ്ങളിലുമാണ് ഗോദയും ഷൂട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് മൂന്നാമത്തെ സിനിമ മിന്നൽ മുരളിയിലെ തുടക്കത്തിലെ ആ ഒരു കുറച്ച് സീൻ, അതും പാലക്കാടാണ്. അപ്പോൾ സംവിധാനം ചെയ്ത 3 സിനിമകളും കുറച്ചെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പൂർണ്ണമായിട്ടും അല്ലാതെയൊക്കെ ആയിട്ട് പാലക്കാട് വന്ന് ഷൂട്ട് ചെയ്യുകയും പാലക്കാടിൻ്റെ സ്നേഹവും പാലക്കാടിലെ എല്ലാവരുമായിട്ട് ഒരുപാട് ഇടപഴകിയിട്ടുള്ളതുമാണ്. അതിനോടൊപ്പം തന്നെ മനോഹരം എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പാലക്കാടിൽ വീണ്ടും വന്ന് നിങ്ങളോടൊപ്പം വേദി പങ്കിടാൻ സാധിച്ചതിലും ഒരിക്കൽ കൂടി നിങ്ങളുടെയൊക്കെ സ്നേഹം അറിയാൻ സാധിച്ചതിലും സന്തോഷം. താങ്ക് യു. അപ്പം ബേസിൽ നമ്മൾ സ്ഥിരം സാധാരണ പിള്ളേർക്ക് മെമൻറ്റോ ആണല്ലോ കൊടുക്കുന്നത്. ഇത് ഇത്തവണ ഞങ്ങൾ ഒരെണ്ണം പൊട്ടിച്ചു തരുമോ ചേട്ടാ? ഒരെണ്ണം പൊട്ടിച്ച് കാണിച്ചാൽ മതി. ഇതിനകത്ത് ഇത്തവണ നമ്മൾ നിങ്ങളാണെങ്കിലും വീട്ടിൽ കൊണ്ട് നിങ്ങളുടെ ഷോക്കേസ് നിറഞ്ഞു എന്നറിയാം. അതുകൊണ്ട് നിങ്ങൾക്ക് മെമൻറ്റോ അല്ല, 820 പിള്ളേർക്കും ക്ലോക്കാണ് കേട്ടോ തരുന്നത്. നിങ്ങൾ അവിടെ കൊണ്ട് തൂക്കി വെക്കേണ്ടതായിട്ടുണ്ട്. ഇതിനോടെല്ലാം നമ്മളോട് ഇത്തരത്തിലുള്ള പരിപാടികൾ ഇപ്പോൾ സംഘടിപ്പിക്കുന്നതിന് സഹകരിച്ച ആളുകളുണ്ട്. നിങ്ങൾക്ക് അവിടെ ചായ തരുന്നിടത്ത് AVT നിൽക്കുന്നുണ്ട്. KR ബേക്കറി നിങ്ങൾക്ക് കേക്കിൻ്റെ കഷ്ണം തരുന്നുണ്ട്. കാണിക്കമാത സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ്, അവരുടെ സിസ്റ്റർമാരുടെ എല്ലാവരോടും നന്ദി പറയുന്നു. ഈ സ്ഥലം നമുക്ക് വിട്ടു തന്നിരിക്കുന്നത് അവരാണ്. കുറച്ചുകൂടെ ഉറക്കൊരു കൈയടി അവർക്ക് കൊടുക്കണം കേട്ടോ അത് തന്നതിന്. അതുപോലെ തന്നെ മറ്റ് സഹായങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതിന് ചെയ്തിട്ടുള്ളത് സൈലം ഗ്രൂപ്പാണ്. സൈലം നിങ്ങൾക്ക് ക്ലാസ് എടുത്തു തന്നു, അവർക്ക് നല്ലൊരു കൈയടി കൊടുക്കണം. ഒപ്പം മൊമെൻറ്റോയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസാരിച്ചിട്ടുള്ളത് റീഗൽ ഗ്രൂപ്പാണ്, റീഗൽ ജ്വല്ലേഴ്സാണ്. റീഗലിൻ്റെ പ്രതിനിധിയെ 2 വാക്ക് ആശംസ പറയുന്നതിന് വേണ്ടി ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.